ഇന്ന് നമുക്ക് നല്ല കുറിയ ചാറിലൊരു പപ്പായ കറി വെക്കാം. പരിപ്പ് ചേർക്കാതെ തേങ്ങ അരക്കാതെ എങ്ങനെയാണ് നല്ല അടിപൊളി സ്വാദിൽ കുറിയ ചാറോടുകൂടി ഈ പപ്പായ കറി വെക്കുന്നതെന്ന് നോക്കാം. ഇത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പപ്പായയുടെ പകുതി ഞാനെടുത്ത് ഇതുപോലെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ ഒരു 2 വിസിൽ കേൾപ്പിച്ച് നമുക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോഴേക്കും 2 വിസിൽ കേൾപ്പിച്ച് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ടതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിടുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് ചതച്ചതില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മുളക് പൊടിയുടെ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ടത് പപ്പായ വെന്ത് കിട്ടും. അതിന് വേവില്ലാത്തതാണ്, പെട്ടെന്ന് തന്നെ വെക്കാവുന്ന കറിയാണിത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതേപോലെ കുറച്ച് കഷ്ണങ്ങളിങ്ങനെ ഉടച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുഴുവനും ഉടച്ചു കൊടുക്കേണ്ട, കുറേ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കറി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. കുറച്ച് ചെറിയ തരികളായിട്ട് ഉടച്ചു കൊടുക്കുക. ഇതേപോലെ വേണം ഉടച്ചു കൊടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ കറിക്ക്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വെളിച്ചെണ്ണയും മുളകും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി പപ്പായ ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ. പപ്പായ വേഗണയല്ല, അതിലൊന്ന് ഈ വെളിച്ചെണ്ണയും മുളകൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് ചെറിയ സിമ്മിലിട്ട് ഒന്നും കൂടി റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് മീഡിയം പുളിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും കറിക്ക്. അപ്പോൾ ഇത് മോര് കറിയല്ല, നമ്മളിപ്പോൾ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല, തേങ്ങ ജീരകം ഉള്ളി ഒന്നും അരച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഡിഫറൻ്റാണ്. ഇപ്പോൾ നമ്മൾ ആ തൈരും കൂടി ചേർത്തതോടുകൂടി ഇതിൻ്റെ കറിയുടെ സ്ട്രക്ചർ തന്നെ അങ്ങോട്ട് മാറിപ്പോയാണ്ട. എത്ര കുറിയ ചാറോടുകൂടി നമ്മുടെ പപ്പായ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി സ്വാദാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വെറും പപ്പായ വെച്ചാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്. 1 കപ്പ് തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ, തേങ്ങ ചേർത്തിട്ടില്ല, പരിപ്പും ചേർത്തിട്ടില്ല. പക്ഷേ നമ്മൾ പരിപ്പിട്ട് വേവിച്ച് വെച്ച ഒരു കറി പോലെയാണ് നമുക്ക് തോന്നുന്നത്. നല്ല അടിപൊളി കറിയാണ് ഇത്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യണം. തിളച്ച് പോകരുത്. തിളച്ച് ഒന്ന് വരുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതേപോലെ നല്ല കുറിയ ചാറോടുകൂടി നല്ല അടിപൊളി കറി കിട്ടും. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ, എന്തൊരു ഈസി കറിയാണ്. പപ്പായ കൊണ്ടാണ് ഈ കറി വെച്ചേക്കണതെന്ന് ഒരു ആൾക്ക് മനസ്സിലാവില്ല. എന്ത് കറിയാണെന്ന് പോലും മനസ്സിലാവില്ല. അത്രയും നല്ല സ്വാദാണ് ഈ കറിക്ക്. എന്തായാലും ഒരു പ്രാവശ്യം ഈ പപ്പായ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പപ്പായയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടവും. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം.